ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ലിപ്പിഡ് മെറ്റബോളിസം ആണ്. സോ എന്താണ് ലിപ്പിഡ് മെറ്റബോളിസം? സോ ബേസിക്കലി ലിപ്പിഡ് മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷണൽ അല്ലെങ്കിൽ നമ്മളെ ബോഡി തന്നെ നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കാരണം ലിപ്പിഡ് മെറ്റബോളിസം ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ലിപ്പിഡ്സ് ആണ്. ലിപ്പിഡ്സ് എത്ര തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ലിപ്പിഡ് ആണ്. സിമ്പിൾ ലിപ്പിഡ് എന്ന് വെച്ചാൽ എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കും, അതിൽ വേരിയസ് ആൽക്കഹോൾ ഉണ്ടായിരിക്കും ഇൻക്ലൂഡിംഗ് ഫാറ്റ് ആൻഡ് വാക്സ്. അപ്പൊ എന്താണ് എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ് വിത്ത് വേരിയസ് ആൽക്കഹോൾ ഇൻക്ലൂഡിംഗ് ഫാറ്റ് ആൻഡ് വാക്സസ്. ഇനി കോംപ്ലക്സ് ലിപ്പിഡ് ഉണ്ട്, എസ്റ്റർ ഓഫ് ഫാറ്റി ആസിഡ് കണ്ടെയ്നിങ് അഡീഷണൽ ഗ്രൂപ്പ്. നമ്മുടെ ഫാറ്റി ആസിഡ് ഉണ്ട്, അതിൽ അഡീഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. സോ ഫോസ്ഫോലിപ്പിഡ് ഉണ്ടാവും, ഗ്ലൈക്കോലിപ്പിഡ്സ് ഉണ്ടായിരിക്കും, അതർ കോംപ്ലക്സ് സ്ട്രക്ചർ ലൈക്ക് സൾഫോലിപ്പിഡ്സ് ആൻഡ് അമിനോലിപ്പിഡ്സ്. അപ്പൊ എന്തൊക്കെയാണ് കോംപ്ലക്സ് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ അതിൽ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആണ്, അഡീഷണൽ ഗ്രൂപ്പ്സ് ലൈക്ക് ഫോസ്ഫോലിപ്പിഡ്സ്, ഗ്ലൈക്കോലിപ്പിഡ്സ് ആയിരിക്കും, ആൻഡ് അതർ കോംപ്ലക്സ് സ്ട്രക്ചർ ലൈക്ക് സൾഫോലിപ്പിഡ്സ് ആൻഡ് അമിനോലിപ്പിഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഉള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് പ്രിക്വേഴ്സർ ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സോ എന്താണ് പ്രിക്വേഴ്സർ ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്? ഇൻക്ലൂഡ് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, സ്റ്റിറോയിഡ്, ഫാറ്റി ആൽഡിഹൈഡ്, കീറ്റോൺ ബോഡി, ഹൈഡ്രോകാർബൺ, ലിപ്പിഡ് ആൻഡ് ലിപ്പിഡ് ഇൻസോൾബിൾ വൈറ്റമിൻ ആൻഡ് ഹോർമോൺ. സോ നമുക്ക് പ്രിക്വേഴ്സർ അറിയണം, ലിപ്പിഡ്സിന്റെ പ്രിക്വേഴ്സർ അറിയണം, അതിന്റെ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് അറിയണം. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത്. ഇത് രണ്ട് മൂന്ന് നമുക്ക് കാണാതെ അടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇയോസിനോയിഡ് ആണ്. സോ ഡിറൈവ്ഡ് ഫ്രം 20 കാർബൺ പോളിനിക് ഫാറ്റി ആസിഡ്. സോ 20 കാർബൺ പോളിനിക് ഫാറ്റി ആസിഡിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നതിനാണ് ഇക്കോസിനോയിഡ്സ് എന്ന് പറയുക. ആൻഡ് കംപ്രൈസിങ് പ്രോസ്റ്റോനോയിഡ്, ലൂക്കോട്രൈൻസ് ആൻഡ് ലിപ്പോക്സിൻസ്. എന്തൊക്കെയുള്ളത്? പ്രോസ്റ്റോനോയിഡ്സ് ഉണ്ട്, ലൂക്കോട്രൈൻസ് ഉണ്ട്, ആൻഡ് ലിപ്പോക്സിൻസ് ഉണ്ട്. സോ ഇത്രയുമായിട്ടാണ് നമ്മൾ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഇത് രണ്ടും എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. സോ ബാക്കി രണ്ടും നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയാലും കുഴപ്പമില്ല, സിമ്പിളും കോംപ്ലക്സും എന്തായാലും എഴുതിയേ പറ്റുള്ളൂ കേട്ടോ. സോ ഫാറ്റി ആസിഡ് സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ആണ്. സോ ഫാറ്റി ആസിഡ് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, സാച്ചുറേറ്റഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട്. സോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്താണ്? സോ സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കും ഡെറിവേറ്റീവ് വിത്ത് ആൻ ഈവൻ നമ്പർ ഓഫ് കാർബൺ നമ്പർ അല്ലെങ്കിൽ കാർബൺ ആറ്റം. സോ ഇതിൽ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, കണ്ടെയ്നിങ് നോ ഡബിൾ ബോണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ദേ ആർ സിക്സാക് പാറ്റേൺ ആയിരിക്കും. നമുക്ക് ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്? സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഇവിടെ ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും, നോ ഡബിൾ ബോണ്ട് ആണ്, ബേസിക്കലി സിക്സാക് പാറ്റേൺ ആയിരിക്കും. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ തിരിച്ചിട്ടാണ്. എന്താണ്? ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ക്ലാസിഫൈഡ് ആസ് മോണോ അൺസാച്ചുറേറ്റ് ഓർ പോളി അൺസാച്ചുറേറ്റ്. മോണോ എന്ന് വെച്ചാൽ ഒരു ഡബിൾ ബോണ്ട്, പോളി എന്ന് വെച്ചാൽ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ബോണ്ട് ഉണ്ടെങ്കിൽ വീണ്ടും അൺസാച്ചുറേറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ സിസും ട്രാൻസും ഐസോമെറസും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും, മോണോ അൺസാച്ചുറേറ്റഡ് ആയിട്ടും പോളി സാച്ചുറേറ്റും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് സ്പേഷ്യൽ കോൺഫിഗറേഷൻ ആണ്. 6 കോൺഫിഗറേഷൻ ക്രിയേറ്റ് കിങ്സ് ഓർ ബെൻഡ് ഇൻ മോളിക്യൂൾ. സോ സിസ് കോൺഫിഗറേഷൻ ആണ് വരുന്നതെങ്കിൽ, സിസ് എന്ന് വെച്ചാൽ നമ്മുടെ സെയിം സൈഡിലാണ് കേട്ടോ. സോ സിസ് സൈഡിലാണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടെ ബെൻഡ് ഉണ്ടായിരിക്കും. എന്നാൽ ട്രാൻസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ഷേപ്പ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇത് സ്പേഷ്യൽ അറേഞ്ച്മെന്റിനും ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും മാറ്റം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ബേസിക്കലി ഫാറ്റി ആസിഡ് സ്ട്രക്ചർ രണ്ടാണ്, സാച്ചുറേറ്റ് അൺസാച്ചുറേറ്റ് ആണെങ്കിൽ രണ്ടെണ്ണുണ്ട്, മോണോസാച്ചുറേറ്റ് ആൻഡ് പോളിസാച്ചുറേറ്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ജിയോമെട്രിക് ഐസോമെറിസം ഇൻ ഫാറ്റി ആസിഡ് ആണ്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സിസും ഉണ്ട്, ട്രാൻസും ഉണ്ട്. സോ സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ഓഫ് മോളിക്യൂൾ ബെൻഡ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ട്രാൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ സ്ട്രെയിറ്റ് ഷേപ്പ് ആയിരിക്കും. സോ നിങ്ങൾ വായിച്ചാൽ മതി, ഇത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമല്ല, എക്സ്ട്രാ ടോപ്പിക് ആണ് കേട്ടോ. ഒന്നും കൂടെ പറയാം, ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, എസെൻഷ്യൽ കമ്പോണന്റ് ഓഫ് സെൽ മെംബ്രെയിൻ ആണ്. 2 ഫാറ്റി ആസിഡ് ഉണ്ട്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറോൾ ബാക്ക് ബോൺ ആയിട്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആൻഡ് ഒരു പോളർ ഹെഡ് ഗ്രൂപ്പും ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കൊളസ്ട്രോൾ ആണ്. സ്റ്റിറോയിഡ് ലിപ്പിഡ് ആണ്. ബേസിക്കലി നമ്മളെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഒക്കെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ ഒക്കെ പ്രിക്വേസർ അല്ലെങ്കിൽ ബൈൽ ആസിഡിന്റെ ഒക്കെ പ്രിക്വേസർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ സെല്ലുലാർ ഫംഗ്ഷൻ മെറ്റബോളിസം. നമ്മളെ ബോഡിയിലെ സെല്ലുലാർ ഫംഗ്ഷന് വേണ്ടിയിട്ട് മെറ്റാബോളിസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ ഒരുപാട് തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു? ട്രയാസിൽ ഗ്ലിസറോൾ, ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് കൊളസ്ട്രോൾ ആണ്. പേര് പറയുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ്. ആ പേര്
പേര് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആകെപ്പാട് ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ എവിടെ വരിക, കൊളസ്ട്രോളിൽ മാത്രമേ നിങ്ങൾക്കൊരു വരുവുള്ളൂ, അല്ലാതെ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. സോ ബേസിക്കലി ട്രയാസിൽ 3 ആണെന്ന് ആലോചിക്കുക, ഫോസ്ഫോലിപ്പിഡ്സ് ആണെങ്കിൽ 2 എന്ന് വിചാരിക്കുക, അവിടെ ഗ്ലിസറോൾ ബാക്ക്ബോൺ ആയിട്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്നുള്ളതും കൂടെ ആലോചിക്കാൻ. കൊളസ്ട്രോൾ ആണെങ്കിൽ പ്രിക്വൈസർ ആണ്, മറന്നു പോകരുത്, പ്രിക്വൈസർ ആണ്. സോ ബേസിക്കലി കൊളസ്ട്രോൾ ഫോം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ പ്രിക്വൈസർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത് കേട്ടോ. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കാൻ പോകുന്നത് എമൽസിഫിക്കേഷൻ ആണ് കേട്ടോ. ലിപ്പിഡ്സിന്റെ എമൽസിഫിക്കേഷൻ സ്മോൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്. സോ ബൈൽ സോൾട്ട് പ്രൊഡക്ഷൻ. സോ എന്താ ബൈൽ സോൾട്ട് പ്രൊഡക്ഷൻ? ബൈൽ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബൈൽ സോൾട്ട് എന്താണ്? കൊളസ്ട്രോളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ്. സോ നമ്മൾ ലീവറിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത് നമുക്ക് നോർമലി അറിയുന്ന കാര്യമാണ്. അതിൽ സ്റ്റിറോൾ റിംഗ് സ്ട്രക്ചർ ഉണ്ട്, ഒരു സൈഡ് ചെയിൻ അറ്റാച്ച് ടു ഗ്ലിസറിൻ ആൻഡ് ഗ്ലിസറിനോ അല്ലെങ്കിൽ ഗ്ലൈസീനോ അല്ലെങ്കിൽ ടോറിനോ ആയിട്ട് എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബൈൽ സോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കൊളസ്ട്രോൾ ഡെറിവേറ്റീവ് ആണ്, ലീവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗാൾ ബ്ലാഡർ സ്റ്റോർ ചെയ്യുന്നു, അത് നിങ്ങൾക്ക് അറിയാം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എമൽസിഫിക്കേഷൻ പ്രോസസ് ആണ് ഇൻ ഡിയോഡിനം. ഡിയോഡിനത്തിൽ ബൈൽ സോൾട്ട് ഇന്ററാക്ട് വിത്ത് ഡയറ്ററി ലിപ്പിഡ് പാർട്ടിക്കിൾ ആൻഡ് അക്വസ് കണ്ടന്റ്. നമ്മൾ കഴിച്ച ഡയറ്ററി ലിപ്പിഡ്സിലെ ഓയിൽസിലുള്ളൊക്കെ സാധനങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ബൈൽ സോൾട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഇന്ററാക്ട് ചെയ്തിട്ട് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് കാരണം അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നു. ലാർജ് ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ഡ്രോപ്ലെറ്റ് ഇൻറ്റു സ്മോൾ സ്റ്റേബിൾ പാർട്ടിക്കിൾ. വലിയ വലിയ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ചെറുതായിട്ട് മാറുന്നു. ആദ്യം ബൈൽ സോൾട്ട് ഉണ്ടാവുന്നു, അത് ഡിയോഡനത്തിൽ ബൈൽ സോൾട്ടും ലിപ്പിഡും ഫോം ചെയ്ത് സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യുന്നു. ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് എമൽഷൻ. ദ എമൽസിഫൈങ് ഏജന്റ് പ്രിവെന്റ് ദ സ്മോളർ ലിപ്പിഡ് പാർട്ടിക്കിൾ ഫ്രം coalescing, increasing the surface area of enzymatic action, facilitate efficient digestion and absorption. So basically ഇങ്ങനെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കുക? പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു നമ്മൾ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വെക്കുമ്പോൾ സർഫസ് ഏരിയ കൂടുകയും ഫെർദർലി എൻസൈമാറ്റിക് ആക്ഷൻ കൂട്ടിയെടുക്കാനും അങ്ങനെ എന്ത് ചെയ്യുന്നു? അവിടെ ഡൈജഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുമായിട്ട് നമുക്ക് പറ്റുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലൈസേഷൻ ഓഫ് ഡയറ്ററി ലിപ്പിഡ്സ് ബൈ ടിഷ്യൂ. ടിഷ്യൂ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് കൈലോമൈക്രോൺ ട്രാൻസ്പോർട്ട്. എന്താണ് കൈലോമൈക്രോൺ? സോ കൈലോമൈക്രോൺ എന്ന് വെച്ചാൽ ലാർജർ ലിപ്പോപ്രോട്ടീൻ പാർട്ടിക്കിൾസ് ആണ്. സോ ട്രാൻസ്പോർട്ട് ഡയറ്ററി ലിപ്പിഡ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു വേരിയസ് ടിഷ്യൂ ഇൻ ദ ബോഡി. സോ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട്, ലിപ്പിഡ്സിനെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? കൈലോമൈക്രോൺ ട്രാൻസ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ കൈലോമൈക്രോൺസ് എന്ന് നമുക്ക് പറയാം. സോ ബേസിക്കലി നമ്മുടെ സ്കെൽറ്റൽ മസിലേക്ക്, അഡിപ്പോസ് ടിഷ്യൂലേക്ക്, ഹാർട്ടിലേക്ക്, ലിവറിലൊക്കെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? കൈലോമൈക്രോൺ അല്ലെങ്കിൽ കൈലോമൈക്രോൺ ട്രാൻസ്പോർട്ടേഴ്സ്. സോ നെക്സ്റ്റ് വൺ ഇസ് ലിപ്പോപ്രോട്ടീൻ ലിപ്പേസ് ആക്ഷൻ ആണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് ട്രൈസൽ ഗ്ലിസറോൾസ് കൈലോമൈക്രോൺസിൽ ഉണ്ട്, അത് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ട്രൈസൽ ഗ്ലിസറോൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വെച്ചാൽ ലിപ്പോപ്രോട്ടീൻ ലിപ്പേസുമായിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻ വഴി അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അങ്ങനെ ഫ്രീ ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും കാപ്പിലറീസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. സോ പ്രൈമറി സിന്തസിസ് അഡിപ്പോസൈറ്റ്സിലും മസിൽ സെൽസിലും ആയിരിക്കും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾസുമായിട്ട് കാപ്പിലറീസിലേക്ക് പോകുന്നത്. സോ ഫാറ്റി ആസിഡ് അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ഈ ഫ്രീ ഫാറ്റി ആസിഡ് നമ്മളിലുണ്ടല്ലോ, അത് നമ്മുടെ ബ്ലഡ് ബൗണ്ട് ആൽബുമിലേക്ക്, നമ്മുടെ ബ്ലഡിലുള്ള ആൽബുമിലേക്ക് ഈ ഫ്രീ ഫാറ്റി ആസിഡ് റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം ആൻഡ് ടേക്സ് അപ്പ് സെൽ ഫോർ എനർജി പ്രൊഡക്ഷൻ ത്രൂ ഓക്സിഡേഷൻ. എന്നിട്ട് നിന്ന് ഓക്സിഡേഷൻ വഴി സെൽ എനർജി പ്രൊഡക്ഷൻ നടക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഗ്ലിസറോൾ മെറ്റബോളിസം ആണ്. ഗ്ലിസറോൾ റിലീസ് ഫ്രം ട്രൈസിൽ ഗ്ലിസറോൾ ഈസ് പ്രൈമർലി യൂസ്ഡ് ബൈ ലിവർ ടു പ്രൊഡ്യൂസ് ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഗ്ലിസറോൾ 3-ഫോസ്ഫേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെക്കാനിസം യൂട്ടിലൈസ് ചെയ്യുകയും അങ്ങനെ ഫോസ്ഫേറ്റ് ഉണ്ടാവുകയും പിന്നെ എന്ത് ചെയ്യുന്നു? വിച്ച് ക്യാൻ എൻറ്റർ ഗ്ലൈക്കോലൈസിസ് ഓർ ഗ്ലൂക്കോനിയോജനസിസ് പാത്വേ. പിന്നെ ഗ്ലൈക്കോലൈസിസോ അല്ലെങ്കിൽ ഗ്ലൂക്കോനിയോജനസ് പാത്വേയിലേക്ക് പോകുന്നു. ഇതിൻ്റെ സൈക്കിൾ നമ്മൾ എവിടെ കൊടുത്തിട്ടുണ്ട്? റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കുക. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരും. ആരും തരാതൊന്നും ഇരിക്കത്തില്ല. സൈക്കിൾ വരച്ചാലേ മാർക്ക് ഉള്ളൂ എന്നൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് തരും ഇല്ല എന്നല്ല. ഇത് എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് നിങ്ങൾക്ക് തിയറി ആയിട്ട് കുറച്ച് എഴുതാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. ഇവിടെ നമുക്കുള്ളത് ലിനോലിക് ആസിഡ് ഉണ്ട്, ആൽഫ ലിനോലിക് ആസിഡ് ഉണ്ട്. സോ എന്താണ് ലിനോലിക് ആസിഡ്? ആൻഡ് omega-6 fatty acid that serve as precursor for arachidonic acid which crucial for prostaglandin synthesis. നമ്മളെ ബോഡിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ
പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് വളരെ അത്യാവശ്യമാണ്. സോ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അരക്നോയിക് ആസിഡ് ഉണ്ടാകണം. ഈ അരക്നോയിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ ആരുണ്ടാവണം? ഈ omega-6 ഫാറ്റി ആസിഡ് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ ലിനോലിക് ആസിഡിൽ ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ സ്കിൻ ഹെൽത്ത് അല്ലെങ്കിൽ സെൽഫ് ഫംഗ്ഷനും ഒക്കെ ഒരുപാട് തരത്തിൽ ഈ ലിനോലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. 2 ആൽഫ ലിനോലിക് ആസിഡ് ആണ്. omega-3 ഫാറ്റി ആസിഡ്, അവിടെ 6 ആണെങ്കിൽ ഇവിടെ 3 ആണ്. നമ്മുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യാണ്. സോ ബേസിക്കലി omega-3 ഫാറ്റി ആസിഡിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിക്വേസർ എന്ന് പറയാം. അത് മാത്രമല്ല DHA, EPA, അത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹാർട്ടുമായിട്ടുള്ള ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആൽഫ ലിനോലിക് ആസിഡ്. സോ ലിനോലിക് ആണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ ആലോചിക്കുക, ആൽഫ ലിനോലിക് ആണെങ്കിൽ ആരെ ഉപയോഗിക്കുക? DHA അല്ലെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷൻ, കാർഡിയോ വാസ്കുലർ ഫംഗ്ഷൻ ഉപയോഗിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ഡെഫിഷ്യൻസി സിംറ്റം ആണ്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ സ്കെയിലി ഡെർമറ്റൈറ്റിസ് ഉണ്ടാകുന്നു, നമുക്ക് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർ ഉണ്ടാവില്ല, നമുക്ക് കാഴ്ച കുറയുന്നു, ന്യൂറോളജിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നു, നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഡെവലപ്മെന്റിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് വളരെ ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. സോ ലിനോലിക് ആസിഡ്, ആൽഫ ലിനോലിക് ആസിഡ് ഒക്കെ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ക്രൂഷ്യൽ ഫോർ അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാറ്റി ആസിഡ് മെറ്റാബോളിസം ആണ്. അങ്ങനെയാണ് ഫാറ്റി ആസിഡ് മെറ്റാബോളിസം ഉണ്ടാകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രീ ഫാറ്റി ആസിഡ്. സോ എക്സസ് ഇൻ ലോ ലെവൽ ഇൻ ഓൾ ടിഷ്യൂ ബട്ട് ക്യാൻ ബി ഫൗണ്ട് ഇൻ ഹയർ എമൗണ്ട് ഇൻ പ്ലാസ്മ. നമ്മുടെ എല്ലാ ടിഷ്യൂവിലും ഫ്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറഞ്ഞ എമൗണ്ടിലാണ്. എന്നാൽ പ്ലാസ്മയിലാണെങ്കിലോ ഹയർ എമൗണ്ട് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമല്ലോ. സോ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ദേ ക്യാൻ ബി ഓക്സിഡൈസ് ബൈ മെനി ടിഷ്യൂ ഫോർ എനർജി പ്രൊഡക്ഷൻ. സോ നമ്മുടെ പ്ലാസ്മയിൽ ഉണ്ടായിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ടിഷ്യൂ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു എനർജി കിട്ടുക, ഒരു എന്തെന്നില്ലാത്തൊരു എനർജി നമുക്ക് കിട്ടില്ല. അത് നമുക്ക് ഈ ഫ്രീ ഫാറ്റി ആസിഡ് കാരണമാണ് കേട്ടോ. സോ സ്ട്രക്ചറൽ കമ്പൗണ്ട് പറയുവാണെങ്കിൽ, സോ ഫാറ്റി ആസിഡ് ആർ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ് സച്ച് എസ് ഫോസ്ഫോലിപ്പിഡ്, ഗ്ലൈക്കോലിപ്പിഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. സോ ഫോസ്ഫോലിപ്പിഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സും ആണ് അതിൻ്റെ ബേസിക് ഐഡിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് സ്ട്രക്ചറൽ കോമ്പൗണ്ട് പറയുവാണെങ്കിൽ പാർട്ട് ഓഫ് മെംബ്രെയിൻ ലിപ്പിഡ്, നമ്മുടെ മെംബ്രെയിൻ ലിപ്പിഡിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. സച്ചസ് എവിടെയാണ് ഫോസ്ഫോലിപ്പിഡും ഗ്ലൈക്കോലിപ്പിഡ്സും പോലെ തന്നെയാണ്. സോ ഒരു സെൽസിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഇസ് എനർജി സ്റ്റോറേജ് ആണ്. എസ്റ്ററിഫൈഡ് ഫാറ്റി ആസിഡ് ഈസ് ദ ഫോം ഓഫ് ട്രൈസൽ ഗ്ലിസറോൾ സ്റ്റോർ ഇൻ അഡിപ്പോസ് സെൽസ് സെർവ് ആസ് ദ മേജർ എനർജി റിസർവ് ഓഫ് ബോഡി. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, അഡിപ്പോസ് ടിഷ്യൂലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എനർജി തരുന്നത് ഇവിടെ തന്നെയാണ്. സിഗ്നലിംഗ് മോളിക്യൂൾസ് ആണ്. ഫാറ്റി ആസിഡ്സ് ഹോർമോൺസ് ലൈക്ക് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് അല്ലേ. അത് മാത്രമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫിസിയോളജിക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിൻ്റെയൊക്കെ ഒരു പ്രിക്വേസർ ആയിട്ട് മാറി ആക്ട് ചെയ്യാറുണ്ട്. ഫാറ്റി ആസിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സോ ട്രൈസൽ ഗ്ലിസറോൾ ബ്രേക്ക് ഡൗൺ ആണ്. സോ ട്രൈസൽ ഗ്ലിസറോൾ ലിപ്പേസ് സോ ആക്ടിവേറ്റ് ബൈ എപ്പിനെഫ്രിൻ. സോ ആലോചിക്കണം, നമ്മൾ ഒരു സൈക്കിൾ പറയാൻ പോവാണ്. സോ ട്രൈസൽ ഗ്ലിസറോൾസിന്റെ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. സോ ആക്ടിവേറ്റ് ബൈ എപ്പിനെഫ്രിൻ. ദിസ് എൻസൈം ഇനിഷ്യേറ്റ് ദ ബ്രേക്ക് ഡൗൺ ബൈ റിമൂവിംഗ് എ ഫാറ്റി ആസിഡ് ഫ്രം കാർബൺ 1 or 3 ഓഫ് ദി ട്രൈഗ്ലിസറോൾ മോളിക്യൂൾ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമുക്കൊരു 10 മാർക്കൊക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇത് എഴുതേണ്ടി വരും. സോ ഇവിടെ എങ്ങനെയാണ്? ആദ്യം എപ്പിനെഫ്രിൻ ആക്ടിവേറ്റ് ആകുന്നു. സോ ഈ എൻസൈം ആക്ടിവേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ഫാറ്റി ആസിഡ് ബൈ റിമൂവിങ് എ ഫാറ്റി ആസിഡ് ഫ്രം കാർബൺ 1 or 3, അത് 1 അല്ലെങ്കിൽ 3 എവിടെ അതിന്ന് ഫാറ്റി ആസിഡ് 1 അല്ലെങ്കിൽ 3 ഫാറ്റി ആസിഡ് റിമൂവ് ചെയ്യും. എവിടെ നിന്ന്? ട്രൈഅസിൽ ഗ്ലിസറോൾ മോളിക്യൂളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പിനെഫ്രിൻ ആക്റ്റീവായി 1 അല്ലെങ്കിൽ അത് 3 കൂടുതൽ ഫാറ്റി ആസിഡ് അവിടെ നിന്ന് റിമൂവ് ആയി എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡയസെൽ ഗ്ലിസറോൾ ലിപ്പേസ് ആണ്. ആക്ട് ഓൺ റിസൾട്ടിങ് ഡയസെൽ ഗ്ലിസറോൾ ഫർദർ ഹൈഡ്രോളൈസ്ഡ് ഈസ് ടു റിലീസ് അനദർ ഫാറ്റി ആസിഡ്. സോ ഇവിടെ നമുക്ക് ഓൾറെഡി ട്രൈഅസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഡൈഅസൈൽ ഗ്ലിസറോൾ ആയി. കാര്യം 1, 3 അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, എത്ര വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 2 റിമൂവ് ചെയ്ത് ഡൈഅസൈൽ ഗ്ലിസറോൾ ആക്കി വെച്ചിട്ടുണ്ട്. ട്രൈ മാറ്റി ഡൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം നമ്മൾ റിമൂവ് ആക്കിയിട്ടുള്ളത്. സോ അതിനെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്ക് വീണ്ടും ഫാറ്റി ആസിഡ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. സോ ഹൈഡ്രോളൈസ് ചെയ്യുക, റിലീസ് ചെയ്യുക. സോ ഞാൻ ഇവിടെ പറയുന്നത് ട്രൈഅസൈൽ ഗ്ലിസറോൾ ബ്രേക്ക് ഡൗൺ ആയാൽ അല്ലെങ്കിൽ നമ്മൾ ഓക്സിഡേഷനോ അല്ലെങ്കിൽ നമ്മൾ എക്സാമ്പിൾ പറയില്ല ഓക്സിഡേഷൻ ചെയ്തു ഹൈഡ്രോളിസിസ് ചെയ്തു എന്ന് പറയില്ല, അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ കടത്തി വിടുവാണെങ്കിൽ നോർമലി ബ്രേക്ക് ഡൗൺ ആവുന്നത് ഏത് രീതി എന്നാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ
ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഹൈഡ്രോലൈസിസ് ആണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ എപ്പിനെഫ്രിൻ പോലുള്ള എൻസൈം വെച്ച് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്യുന്നു. ആൻഡ് മോണോ അസൈൽ ഗ്ലിസറോൾ ലിപ്പേസ് ആണ്. കംപ്ലീറ്റ് ദ പ്രോസസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ മോണോ അസൈൽ ഗ്ലിസറോൾ. അപ്പം ഈ പ്രോസസ്സ് എങ്ങനെ നടക്കുന്നത്? ഈ ബ്രേക്ക് ഡൗണിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് മോണോ അസൈൽ ഗ്ലിസറോളിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോഴാണ്. സോ റിലീസിംഗ് ദ ഫൈനൽ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ മോളിക്യൂൾ. സോ ലാസ്റ്റ് ഗ്ലിസറോൾ മോളിക്യൂൾ, ഈ ട്രൈ അസൈൽ ഗ്ലിസറോളിൽ നിന്ന് ഈ ഗ്ലിസറോൾ മോളിക്യൂൾ നമ്മൾക്ക് റിമൂവ് ചെയ്ത് മാറ്റുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ നടക്കുകയുള്ളൂ. ആദ്യം ട്രൈ എന്നുള്ളത് ഡൈ ആയിട്ട് മാറും, ഡൈ എന്നുള്ളത് മോണോ ആയിട്ട് മാറും. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഗ്ലിസറോൾ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത്. എളുപ്പമാണ്, ഒന്നുമില്ല. ഈ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ട്രൈ ഡൈ ആവുന്നു, ഡൈ എന്ത് ചെയ്യുന്നു? മോണോ ആകുന്നു. സോ ട്രൈ ആകാൻ ഹെൽപ്പ് ചെയ്യുന്നത് എപ്പിനെഫ്രിൻ. ഡൈ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോലൈസിസ് ആണ്, പിന്നെയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ നടക്കുന്നു. സിമ്പിൾ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഹോർമോൺ കൺട്രോൾ ഫോർ ലിപ്പോലൈസിസ് ആണ്. സോ ഏതൊക്കെ ഹോർമോൺ? എപ്പിനെഫ്രിൻ, ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ ഒക്കെ ഉണ്ട്. സോ എപ്പിനെഫ്രിൻ പ്രൊമോട്ട് ചെയ്യും, ഗ്ലൂക്കഗോൺ പ്രൊമോട്ട് ചെയ്യും, ആൻഡ് ഇൻസുലിൻ ഇൻഹിബിറ്റ് ചെയ്യും. വായിച്ചു വെച്ചേക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷൻ ആണ്. സോ ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ അവിടെ എന്തൊക്കെ സംഭവിക്കും? സോ ആക്ടിവേഷൻ, ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം? Fatty acid are activated to acetyl-CoA ester by acetyl-CoA synthesis in cytosol before entering mitochondria. So മൈറ്റോകോൺട്രിയയിൽ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആലോചിക്കുക, മൈറ്റോകോൺട്രിയയിൽ കയറുന്നതിന് തൊട്ട് മുന്നേ, അത് വിട്ടേക്കുക കേട്ടോ. സോ ഇവിടെ എങ്ങനെ വെച്ചാൽ ഫാറ്റി ആസിഡ് ആക്ടിവേറ്റ് ടു acetyl-CoA ester, acetyl-CoA ester ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു ബൈ acetyl-CoA സിന്തറ്റേസ് വെച്ചിട്ട്. സോ acetyl-CoA സിന്തറ്റേസ് വെച്ചിട്ട് acetyl-CoA ester ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഇനി ട്രാൻസ്പോർട്ട് ആണ്. The Cartan shuttle system transport long chain fatty acid across the mitochondrial membrane. നമ്മുടെ മൈറ്റോകോൺഡ്രിയയുടെ മെംബ്രെയിനിലൂടെ എന്ത് കടത്തിവിടണം? കാരണം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ഫാറ്റി ആസിഡിനെ ആക്ടിവേറ്റ് ചെയ്ത് acetyl-CoA ester ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിന് കടത്തിവിടണ്ടായോ? സോ ഈ കാർട്ടൻ ഷട്ടിൽ സിസ്റ്റം ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്ന ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് ഇതിലൂടെയാണ് ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് കടത്തിവിടുന്നത് മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ വഴി നമ്മൾ കടത്തിവിടാൻ പോവാം. ആൻഡ് ബീറ്റ ഓക്സിഡേഷൻ, എ 4-step process in mitochondrial matrix that repeatedly cleavage 2 carbon unit from the fatty acid chain. അപ്പോൾ നമ്മുടെ ഈ 2 ഫാറ്റി ആസിഡ് ചെയിനിൽ നിന്ന് 2 കാർബൺ യൂണിറ്റ്സിനെ റിപ്പീറ്റ്ലി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ക്ലീവേജ് അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. പ്രൊഡ്യൂസിങ് acetyl-CoA, NADH, FADH2. സോ ഒന്നും കൂടെ പറയാം, ഈ 4 സ്റ്റെപ്സിൽ എ 4-step പ്രോസസ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്. സോ നമ്മുടെ ഈ മൈറ്റോകോൺഡ്രിയയുടെ മെട്രിക്സിനകത്ത് 4 പ്രോസസ്സുകൾ റിപ്പീറ്റ് നടന്നുകൊണ്ടിരിക്കും. സോ അവിടെ 2 കാർബൺ യൂണിറ്റ് വെച്ചിട്ട് ക്ലീവേജ്, ഫാറ്റി ആസിഡിൽ നിന്ന് ക്ലീവേജ് നടന്നുകൊണ്ടിരിക്കും. ആലോചിക്കണം, ഈ ഫാറ്റി ആസിഡ് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ ഇപ്പോൾ ഇരിക്കുക, അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ്ലി ക്ലീവേജ് നടക്കുന്നത്. ആ ക്ലീവേജ് നടക്കുകയും അങ്ങനെ ഫാറ്റി ആസിഡിൽ നിന്ന് acetyl-CoA, NADH, FADH മാറിക്കൊണ്ടേ ഇരിക്കുവാണ്. ആൻഡ് എനർജി പ്രൊഡക്ഷൻ, acetyl-CoA എൻ്റർ ദ സിട്രിക് ആസിഡ് സൈക്കിൾ. ഇവിടെ acetyl-CoA എന്ത് ചെയ്യുന്നു? നേരെ സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് പോകുന്നു. ആൻഡ് NADയും FADയും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഓഫ് ATP പ്രൊഡക്ഷനും പോകുന്നു. സോ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ പറയാം, ആക്ടിവേറ്റ് ചെയ്യുന്നത് acetyl-CoA സിന്തറ്റേസ് വെച്ചിട്ട് acetyl-CoA ആയിട്ട് വരുന്നു. അപ്പോൾ ഫാറ്റി ആസിഡ് ലോങ് ചെയിൻ ആയേ, അത് മൈറ്റോകോൺഡ്രിയ വഴി കടന്നു പോകുവാണ്. കടന്നു പോകുമ്പോൾ 4 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? ക്ലീവേജ് നടക്കുന്നത്, 2 കാർബൺ യൂണിറ്റിൻ്റെ ക്ലീവേജ് നടക്കുന്നത്. അവിടെ acetyl-CoA ഉണ്ടാവുന്നു, NADH ഉണ്ടാവുന്നു, FADH ഉണ്ടാകുന്നത്. അത് സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് NADHും FADHും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ATP പ്രൊഡക്ഷന് പോകുന്നു. ആൻഡ് acetyl-CoA ആണെങ്കിൽ എവിടെ? സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് പോകുന്നു. സിമ്പിൾ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത്ര വലിയ കാര്യം എടുക്കാനൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ലിപ്പിഡ് ട്രാൻസ്പോർട്ട് ആണ്, ലിപ്പോ പ്രോട്ടീൻ. സോ കൈലോമൈക്രോൺസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ട്രാൻസ്പോർട്ട് ഡയറ്ററി ലിപ്പിഡ്സ് ഫ്രം ഇൻറ്റസ്റ്റൈൻ ടു പെരിസ്റ്റൽസ് ടിഷ്യൂ ആൻഡ് ലീവർ, ലെസ് ഡെൻസ് ലിപ്പോ പ്രോട്ടീൻ പാർട്ടിക്കിൾ. സോ നമ്മൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമ്മുടെ ആവശ്യമുള്ള പെരിഫറൽ ടിഷ്യൂയിലേക്കും ലിവറിലേക്കും കൈലോമൈക്രോൺസ് ഡയറ്ററി ലിപ്പിഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. സോ വെരി ലോ ഡെൻസ് ലിപ്പോപ്രോട്ടീൻ VLDL produced by liver to transport endogenous triglycerides to peripheral tissue. So ട്രൈഗ്ലിസറൈഡ്സിനെ പെരിഫറൽ ടിഷ്യൂയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വെരി ലോ ഡെൻസ് ലിപ്പോപ്രോട്ടീൻസ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പ്രൊഡ്യൂസ് ബൈ ലിവർ ആരാണ്? വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആണ്. ഇത് നമ്മൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡോജിനസ് ട്രൈഗ്ലിസറൈഡ്സ് പെരിഫറൽ ടിഷ്യൂയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഈസ് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ.
സോ നമ്മുടെ ഈ VLD ഇല്ലേ, ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് തന്നെയാണ്. സോ ഇവിടെ കൊളസ്ട്രോളിനെ, പ്രൈമറി കാരിയസ് ഓഫ് കൊളസ്ട്രോൾ ടു പെരിഫറൽ ടിഷ്യൂ, കൊളസ്ട്രോളിനെ കൊണ്ടുപോകുന്ന ആരാണ്? LDL ആണ്. ഇനി HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, ഇൻവോൾവ് ഇൻ റിവേഴ്സ് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട്. നമ്മുടെ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ടിനെ റിവേഴ്സ് ചെയ്യുന്നവരാണ് HDL ആണ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, ക്യാരിങ് എക്സസ് കൊളസ്ട്രോൾ ഫ്രം പെരിഫറൽ ടിഷ്യൂ ബാക്ക് ടു ദ ലിവർ. സോ നമ്മുടെ പെരിഫറൽ ടിഷ്യൂവിൽ നിന്ന് തിരിച്ച് ലിവറിലേക്ക് കൊണ്ടുപോകുന്നവരാണ് HDL ആണ്. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ VLDL പറഞ്ഞു, അത് ഇതെവിടെ ഉണ്ടാവണേ? ലിവറിലാണ്, ലിവറിൽ നിന്ന് പെരിഫറൽ ടിഷ്യൂലേക്ക്. ഇനി LDL ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അതും എന്ത് ചെയ്യുന്നു? കൊളസ്ട്രോളിനെ പെരിഫറൽ ടിഷ്യൂലേക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് HDL ആണ്, സോ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്, അത് തിരിച്ചെവിടെ കൊണ്ടുവരുന്നു? നമ്മുടെ പെരിഫറൽ ടിഷ്യൂലേക്ക് കൊണ്ടുവരുന്നു. സോ ഇച്ചിരി കൺഫ്യൂസിങ് ആയ ഒരു ചാപ്റ്റർ ആണ്, ഇല്ല ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ അത്യാവശ്യം ഒന്ന് വായിച്ചു നോക്കുക. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, പിന്നെ വായിച്ചു നോക്കുമ്പോൾ ഇച്ചിരി കിട്ടും. റെഫറൻസ് നോട്ട് വായിക്കാതെ ഇരിക്കരുത്. ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.